ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 23 തിങ്കളാഴ്ച, വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 27 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. ലെങ്തി ആയതുകൊണ്ട് ഇത് വായിക്കുന്നില്ല. അവിടെ അതിൻ്റെ ചുരുക്കം ഇവിടെയാണ്. യാക്കോബും ലാബാനും തമ്മിൽ വേർപിരിയാനുള്ള സമയമായി. അതിനുള്ള ചിന്തകളിലേക്ക് അവർ കടന്നു പോവുകയാണ്. യാക്കോബ് ലാബാൻ്റെ അടുത്ത് എനിക്കിനി തിരിച്ചു പോകണം എന്ന് പറയുകയും വിടാൻ ഇഷ്ടമില്ലെങ്കിലും അവസാനം അവൻ്റെ നന്മയെ കണക്കാക്കി അവനെ വിടാൻ തീരുമാനമെടുക്കുന്നതും, എന്നാൽ അവൻ എന്തു വീതം കൊടുക്കണമെന്നതിനെ പറ്റി അവർ തമ്മിലൊരു ധാരണയെത്തുന്നതും, അവൻ്റെ വീതങ്ങളോടുകൂടി അവൻ പോകാൻ അനുവദിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇവിടെ അനേക വർഷങ്ങൾ സേവനം ചെയ്തിട്ട് അവൻ ലാബാൻ്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു. അവരോടൊപ്പം ധാരാളം മക്കൾ, 12 മക്കളുമുണ്ടായി. അവരും അവൻ്റെ സമ്പത്ത്, അവൻ്റെ വേലക്കൂലിയുടെ അല്ലെങ്കിൽ ജീവിതത്തിലെ ആ സമർപ്പണത്തിൻ്റെ എന്തെങ്കിലും ഒരു വീതവുമാക്കി അവൻ കടന്നു പോകാൻ ആഗ്രഹിക്കുക. അതവൻ ലാബാനോട് പറയുകയും അവർ തമ്മിൽ വളരെ സന്തോഷത്തോടെ ഒരു ധാരണയിലെത്തുന്നതും നമ്മളിവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുമ്പം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പങ്കുവെക്കൽ, വീതം വെപ്പുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനായി നമുക്ക് ആഗ്രഹിക്കാം. മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് വീതം വെക്കാൻ ആഗ്രഹിക്കുമ്പം തന്നെ അതിനു മുമ്പേ അവർ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതുണ്ട്. നമ്മളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ച് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടത് അവർക്ക് കൊടുക്കുവാൻ പാർഷ്വാലിറ്റി ഇല്ലാത്ത ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ആദ്യം രൂപം കൊള്ളണം. എന്നിട്ട് മക്കളെ വിളിച്ചിട്ട് മക്കൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കത്തക്ക വിധത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷ നഷ്ടപ്പെടാത്ത അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും അങ്ങനെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി വീതം വെക്കാനും നമുക്ക് പറ്റണം. വാശി പിടിച്ച് വീതം മേടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആളുകൾക്ക് അത് ഫലദായകമായിട്ടില്ല എന്ന് പിന്നീടുള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ അതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസവും വിദ്വേഷവും വെറുപ്പും പകയും വളരുന്ന രീതികൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ കുടുംബജീവിതങ്ങൾക്ക് മാത്രമാണ് ഐശ്വര്യവും അനുഗ്രഹവും ഉള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.